കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. മെറ്റൽ ഡിറ്റക്ടർ സിഗ്നൽ കിട്ടി അവസാനമായി ഫോൺ സ്വിച്ച് ഓഫ് ആയത് രാവിലെ 10:28-നായിരുന്നു. ഇന്നലെ സ്വിച്ച് ഓഫ് ആയ ഫോൺ ഇന്ന് രാവിലെ സ്വിച്ച് ഓൺ ആയിരുന്നു. 8 JCBകളാണ് രക്ഷാപ്രവർത്തനത്തിന് ഉള്ളത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ ഗതാഗത തടസ്സം മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പ്രക്രിയയിലേക്ക് ഒതുങ്ങുന്നു എന്നൊക്കെയുള്ള വിമർശനം എന്തായാലും അതൊരു സൈഡിൽ നിൽക്കുന്നു. പക്ഷേ എന്തായാലും ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ ഉണർത്തുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ GPS സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോറി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് ഇപ്പോൾ മണ്ണൊക്കെ മാറ്റിയുള്ള തിരച്ചിൽ നടക്കുകയാണോ? ഈ മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നല്ലോ രാവിലേക്ക്. ഇപ്പോൾ ഇത് നേരം വൈകിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ലക്ഷ്മി, നിലവിൽ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉപയോഗിച്ച് ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞു എന്നൊരു വിവരമാണ് കുറച്ച് സമയം മുൻപ് നമുക്ക് ലഭ്യമായത്. ഫോണ് രാവിലെ 10:28 മുൻപ് ഫോൺ ഓൺ ആയിരുന്നു, പിന്നീട് സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് എന്നൊരു വിവരമാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ലക്ഷ്മി, കൂടാതെ തന്നെ വലിയൊരു രീതിയിലുള്ള ആരോപണം, അതായത് അർജുന്റെ സഹോദരി ഭർത്താവ് അടക്കമുള്ള ആളുകൾ അവിടെ പോയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഈ GPS ലൊക്കേഷൻ കണ്ടെത്തിയ ഭാഗത്ത് വലിയ രീതിയിലുള്ള തിരിച്ചിൽ നടക്കുന്നില്ല എന്നൊരു ആരോപണം തന്നെയാണ് ഇവർ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്യുവാനുള്ള നടപടി മാത്രമാണ് എടുക്കുന്നത് എന്നൊരു ആരോപണം വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ലക്ഷ്മി നിലവിലുള്ളത്. എന്തായാലും നമുക്കറിയാം, രാത്രിയായി, നേരം വളരെയധികം വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇത് വലിയ വെല്ലുവിളിയാവും എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അല്പസമയം കൂടി രക്ഷാപ്രവർത്തനം നടത്തിയതിനു ശേഷം ഒരുപക്ഷെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശത്ത് ഇടവിട്ട് വലിയ രീതിയിൽ ശക്തിയായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അല്പസമയം മുൻപ് കോഴിക്കോട് കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണിത്. അതായത് നേരത്തെ മണ്ണിടിഞ്ഞു വീണ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെയും രക്ഷാപ്രവർത്തനത്തിൽ വലിയ വെല്ലുവിളിയാവും എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തലായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അർജുനെ കാത്ത് ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. അർജുന് വേണ്ടി പ്രാർത്ഥനയോടെ നാടും വീടും ഒക്കെ തന്നെയും അർജുൻ തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. എല്ലാവരും പ്രാർത്ഥനയിലാണ്. അർജുൻ തിരിച്ചു വരുമെന്ന പ്രാർത്ഥനയിൽ മാത്രമാണ് എല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ അല്പം മുൻപ് അവരുടെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് അർജുൻ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അതിന് പ്രധാനമായും അവർ പറയുന്ന കാരണം അർജുന്റെ ഫോൺ ഓൺ ആയിരുന്നു. കൂടാതെ തന്നെ അർജുൻ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ ലൊക്കേഷൻ അവർക്ക് ലഭ്യമായിരുന്നു. വാഹനത്തിന്റെ എൻജിൻ ഓൺ ആയിരുന്നു. ഇതൊക്കെ തന്നെയും അത്യാധുനിക രീതിയിലുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള അപകടം ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഈ അപകടം നടന്നിട്ട് 4 ദിവസം പിന്നിട്ടു. ഈ 4ാം ദിവസമാണ് അധികൃതർ നടപടിയെടുത്തത് എന്നൊരു കാര്യവും കുടുംബം ആരോപിക്കുന്നുണ്ട്. വലിയൊരു രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്ന പരാതിയും കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അർജുന്റെ വീടിന് സമീപത്ത് തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. അർജുൻ തിരിച്ചു വരുമെന്ന പ്രാർത്ഥനയാണ്. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു അർജുൻ. അർജുന്റെ വരുമാനമാണ് കുടുംബത്തിലേക്കുള്ള പ്രധാന സ്രോതസ് എന്ന് പറയുന്നത്. 19ാം വയസ്സിൽ തന്നെ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അർജുൻ. പെയിന്റിംഗ് പണി ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുണ്ട്. +2 പഠനത്തിന് ശേഷം വീടിന്റെ ബാധ്യതകളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ എന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് അർജുന്റെ വരുമാനം കൊണ്ടാണ് പുതിയ വീട് നിർമ്മിക്കുകയൊക്കെ ചെയ്തത്. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി ഒരു കുഞ്ഞും അർജുനുണ്ട്. എന്തായാലും അവരൊക്കെ തന്നെയും വലിയ പ്രതീക്ഷയോടെ വലിയ പ്രാർത്ഥനയോടെ കാത്തിരിപ്പിലാണ് അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി. അവസാനം നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് GPS ലൊക്കേഷൻ ലഭിച്ചതിനനുസരിച്ച് അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുകയാണ്. 8 JCB ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. 4 JCB ഇരുവശത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന്
തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ലൊക്കേഷൻ അനുസരിച്ച് മണ്ണ് നീക്കം ചെയ്തു വരുന്നു. ലോറി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സന്ധ്യ ആവുന്നു. രക്ഷാദൗത്യത്തിന് ഇതൊക്കെ തന്നെയും വലിയ വെല്ലുവിളിയായി മാറും. കൂടാതെ തന്നെ പ്രദേശത്ത് ശക്തമായ മഴയുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയും ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് കുറച്ച് സമയം കൂടി തിരച്ചിൽ നടത്തിയതിനു ശേഷം ഒരുപക്ഷെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു വിവരം മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഈ ലോറി പുഴയിലേക്ക് വീണിട്ടുണ്ടാവുമോ എന്നുള്ള സംശയമൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നാവികസേന അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയപ്പോൾ പുഴയിലേക്ക് വീണിട്ടില്ല എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് ലഭ്യമായത്. എന്തായാലും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ നാടും വീടും. അതുമാത്രമല്ല, എല്ലാവരും അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. അർജുന്റെ മടങ്ങി വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ലക്ഷ്മി, ഡിസ്നിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.